ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ ധ്യാന വിഷയം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം അദ്ധ്യായം 8 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളാണ്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ വിചാരണ ചെയ്യുന്നതാണ് രംഗം. മോശയുടെ നിയമം അനുസരിച്ച് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവരെ എന്ത് ചെയ്യണമെന്ന് ഫരിസേയർക്കും നിയമജ്ഞർക്കും കൃത്യമായി അറിയാമായിരുന്നിട്ടും യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് അവർ ഈ രംഗം സൃഷ്ടിച്ചത്. യേശു എന്ത് നിലപാട് സ്വീകരിക്കുമെന്നായിരുന്നു അവർക്കറിയേണ്ടത്. എന്നാൽ നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ എന്ന അവൻ്റെ മറുപടി കേട്ട മാത്രയിൽ അവരെല്ലാം കല്ലുകൾ താഴെയിട്ട് ഓടിപ്പോവുകയാണ് ചെയ്തത്. യേശുവും ആ സ്ത്രീയും മാത്രമായപ്പോൾ അവൻ അവളോട് പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പോയിക്കൊള്ളുക, മേലിൽ പാപം ചെയ്യരുത്. ഈ ഒരു ചെറിയ ബൈബിൾ ഭാഗത്തിൽ വലിയ പ്രബോധനങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഒന്നാമതായി, കല്ലെറിയാൻ വരുന്നവർ അവർ യേശുവിനോട് അടുത്തപ്പോൾ, യേശുവിൻ്റെ ചാരത്തെത്താറായപ്പോൾ അവർക്ക് പാപബോധമുണ്ടാകുന്നു. എന്നാൽ അവർ യേശുവിനെ സമീപിക്കാതെ തിരികെ പോവുകയാണ് ചെയ്യുന്നത്. രണ്ടാമതായി, കല്ലെറിയപ്പെടാനുള്ള പാപിനിയായ സ്ത്രീ, അവൾ പാപബോധം ഉള്ളിലാക്കിക്കൊണ്ട് തലകുനിച്ച് ഒരു 100 കല്ലേറ് പ്രതീക്ഷിച്ചു കൊണ്ട് നിൽക്കുകയാണ്. പാപബോധത്താൽ, പശ്ചാത്താപത്താൽ തലകുമ്പിട്ട് നിൽക്കുന്നവളെ യേശു ഉയർത്തിപ്പിടിച്ച ശിരസോടുകൂടെ യാത്രയാക്കുകയാണ്. ഈ അനുഭവം നമ്മളുടെ ജീവിതത്തിലുമുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ തലകുനിക്കേണ്ടി വരുന്ന അവസരങ്ങൾ നമ്മുടെ മക്കൾ മൂലം അപവാദങ്ങൾ ഉണ്ടാകാം, നമ്മളുടെ ശാരീരിക അവസ്ഥകൾ മൂലം, കടബാധ്യതകൾ മൂലം, കൂടപ്പിറപ്പുകളുമായുള്ള ശത്രുത മൂലം, പലവിധ കാരണങ്ങളാൽ തലകുനിക്കപ്പെടേണ്ടി വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശോട് ചേർന്ന പാപബോധത്താൽ, പശ്ചാത്താപത്താൽ ദൈവവും നമ്മളെ ഉയർത്തിപ്പിടിച്ച ശിരസോട് കൂടി നടക്കാൻ സഹായിക്കും. ഈ നോമ്പുകാലത്ത് നമുക്കും പശ്ചാത്താപത്താൽ കുമ്പസാരിച്ച് ഒരു നല്ല മനുഷ്യനാകാം. മൂന്നാമതായി, നമ്മുടെ അടുക്കലേക്ക് അഭയത്തിനായി അണയുന്നവരെ യേശുവിൻ്റെ സംയമനത്തോടു കൂടി നമ്മൾക്കും അവരോട് ക്ഷമിച്ച് സ്നേഹത്തോടെ അവരെ ചേർത്ത് പിടിക്കാം. നല്ല ഒരു നോമ്പുകാലം എല്ലാവർക്കും ആശംസിക്കുന്നു.